ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ 12-week സീരീസ് ഓഫ് ഡയബറ്റിസ് ഫ്രീഡം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭക്ഷണ രീതി നമ്മുടെ പ്രമേഹ രോഗത്തെ പ്രിവെന്റ് ചെയ്യുന്നതിൽ എത്രമാത്രം റോൾ പ്ലേ ചെയ്യുന്നുണ്ട് എന്നുള്ളത്, റൈറ്റ്? സോ ഭക്ഷണ രീതിയെ പറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലേക്ക് വരുന്നതിന് മുന്നേ നമ്മുടെ ലൈഫ് അതുപോലെ നമ്മുടെ ഹെൽത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ട 6 ഇമ്പോർട്ടന്റ് പില്ലേഴ്സിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ എന്തൊക്കെയാണ് 6 ഇമ്പോർട്ടന്റ് പില്ലേഴ്സ്? എന്തുകൊണ്ടാണ് ഈ 6 ഇമ്പോർട്ടന്റ് പില്ലേഴ്സ് നമ്മുടെ ലൈഫിൽ ഒരു റോൾ പ്ലേ ചെയ്യുന്നത്? സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഏത് തരത്തിലുള്ള ജീവിതശൈലി രോഗമാണെങ്കിലും ഈ 6 പില്ലേഴ്സിനെ ബാലൻസ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ആ രോഗത്തിൽ നിന്നുള്ള ഒരു വിമുക്തി എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഈ 6 ഇമ്പോർട്ടന്റ് പില്ലേഴ്സിനെ പറ്റി ഞാൻ ചെറുതായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കേട്ട് നിങ്ങൾ ഏത് ലെവലിലാണ്, അപ്പൊ എത്രമാത്രം സ്കോർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, അപ്പൊ ഓരോ പില്ലറിനും ഔട്ട് ഓഫ് 10 എത്ര സ്കോർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ആദ്യത്തെ പില്ലർ എന്ന് പറയുന്നത് വാട്ട് ടു ഈറ്റ്, എന്താണ് കഴിക്കേണ്ടത്. സോ മിക്ക ആൾക്കാർക്കും അറിയുന്ന കാര്യമാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടാവും. പക്ഷേ അത് നിങ്ങൾ എത്രത്തോളം ഫോളോ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. സോ ആലോചിക്കുക, നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ ഹെൽത്തി ഫുഡ് ഐറ്റംസ് ഉണ്ട്, അത് എത്ര കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ അത് കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അതുപോലെ കറക്റ്റ് ടൈമിങ്ങിലാണ് കഴിക്കുന്നത്, ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നിങ്ങളുടെ ഭക്ഷണ രീതി എങ്കിൽ നിങ്ങൾക്ക് 5-ന് മുകളിൽ സ്കോർ കൊടുക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഭക്ഷണത്തെ പറ്റി കൃത്യമായ ധാരണയില്ല, എന്തൊക്കെയാണോ കിട്ടുന്നത് അത് കഴിക്കുകയാണ്, ഒരു പ്രത്യേക പ്ലാൻ ഇല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്കോർ 5-ന് താഴേക്ക് വരും. സോ ഏതാണോ നിങ്ങളുടെ സ്കോർ അത് എഴുതി വെക്കാം. സോ രണ്ടാമത്തെ പില്ലർ എന്ന് പറയുന്നതാണ് എങ്ങനെ ഭക്ഷണം കഴിക്കണം, ഹൗ ടു ഈറ്റ്. എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ള 2 പില്ലേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പില്ലർ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ്. കാരണം മിക്ക ആൾക്കാരും ഹെൽത്തി ഫുഡാണ് കഴിക്കുന്നത്, അതുപോലെ കൃത്യമായ ധാരണയോടുകൂടി പ്ലാനോട് കൂടിയാണ് കഴിക്കുന്നത്. പക്ഷേ അത് എങ്ങനെ കഴിക്കണം, ഏത് സമയത്ത് കഴിക്കണം, എത്ര തവണ ചവച്ചരച്ച് കഴിക്കണം, അതുപോലെ ഡിസ്ട്രാക്ഷൻസോട് കൂടിയാണോ കഴിക്കുന്നത്, മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ TV കണ്ടുകൊണ്ട് ഒക്കെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് ഒരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സോ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഏത് രീതിയിലാണ് ഭക്ഷണം കഴിക്കുന്നത്. സോ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഫോക്കസോട് കൂടി ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ച് സമയമെടുത്ത് ഒരു 10-20 മിനിറ്റ് കണ്ടിന്യൂസ് ആയി ഇരുന്ന് സമാധാനമായി ഭക്ഷണം കഴിക്കുന്ന ആളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് 5-ന് മുകളിൽ സ്കോർ കൊടുക്കാം. അതല്ല, നിങ്ങൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായി സംസാരിച്ചുകൊണ്ട് പലതും ചിന്തിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു റെസ്പോൺസിബിലിറ്റി ആയി കണ്ടുകൊണ്ടാണ് നിങ്ങൾ കഴിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് സ്കോർ 5-ന് താഴെ കൊടുക്കാം. മൂന്നാമത്തെ പില്ലർ എന്ന് പറയുന്നതാണ് ആക്ടിവിറ്റി, അതുപോലെ എക്സസൈസ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? സോ പലരും പറയാറുണ്ട്, ഞങ്ങൾ ജോലി സ്ഥലത്ത് ഒരുപാട് സമയം നടക്കും, അവന്റെ ശരീരത്തിൽ ആവശ്യത്തിന് ചലനങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നുണ്ട്, അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന്. പക്ഷെ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. മറിച്ച് എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ പുഷ് ചെയ്യുകയാണ് ഒരു ഹെൽത്ത് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ ജീവിതശൈലിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ പുഷ് ചെയ്യുകയാണ് എക്സസൈസ് ചെയ്യാനായിട്ട്. സോ ആക്ടിവിറ്റിക്ക് 5-ൽ എത്ര മാർക്ക്, അതുപോലെ എക്സസൈസിന് 5-ൽ എത്ര മാർക്ക്, അത് ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് ഔട്ട് ഓഫ് 10 എത്ര സ്കോർ കൊടുക്കും എന്നുള്ളത് എഴുതുക. ഫോർത്ത് പില്ലർ, അതാണ് സ്ലീപ്പ്, ഉറക്കം. ഉറക്കം നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ബാക്കി പില്ലേഴ്സ് ഒക്കെ നോർമൽ ആണ്, പക്ഷെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടുന്നില്ല, അതുപോലെ രാത്രി കിടക്കുന്ന ഉടനെ നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, മിഡ് നൈറ്റിൽ ഉറക്കം ഞെട്ടി എഴുന്നേൽക്കുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനർജറ്റിക് ആയി തോന്നുന്നില്ല, എനർജി കിട്ടാനായിട്ട് ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കേണ്ടി വരിക. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾക്ക് 5-ന് താഴെ സ്കോർ കൊടുക്കുക. അതല്ല, നോർമൽ ആയിട്ട് ഒരു 7-8 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ സാധിക്കുന്നു, കിടക്കുന്ന സമയത്ത് തന്നെ ഉറങ്ങുന്നു, അതുപോലെ എനർജറ്റിക് ആയിട്ട് എഴുന്നേൽക്കുന്നു, ഇത് ഒരു റുട്ടീൻ ആയിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 5-ന് മുകളിൽ സ്കോർ കൊടുക്കാം. സോ എത്രയാണോ നിങ്ങളുടെ സ്കോർ അത് എഴുതി വെക്കുക. അടുത്ത പില്ലർ എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 60,000-ഓളം ചിന്തകളാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. സോ ഇത്രയും ചിന്തകൾ, ഒരുപക്ഷെ അതിൽ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവും, ടെൻഷൻ കൂട്ടുന്ന കാര്യങ്ങൾ ഉണ്ടാവും, അതൊരു പക്ഷെ നിങ്ങളുടെ പേഴ്സണൽ ആവാം, അതല്ലെങ്കിൽ പ്രൊഫഷണൽ ആവാം. ഇത്തരം ചിന്തകൾ നമ്മുടെ ശരീരത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. സോ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് സ്ട്രെസ് മാത്രമല്ല, അതൊരു പക്ഷേ ഓവർ തിങ്കിങ്, ഒരുപാട് ചിന്തിച്ചു കൂട്ടുക, പിന്നെ മറ്റുള്ളവരെ പറ്റി കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുക, മറ്റുള്ളവരുമായി പെട്ടെന്ന് ദേഷ്യപ്പെടുക. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ഇമോഷൻസ് മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സ്കോർ 5-ന് താഴെ പോകും. അതല്ല, നിങ്ങൾ എല്ലാ കാര്യത്തെയും പോസിറ്റീവായി എടുക്കുകയാണ്, സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ എല്ലാവർക്കും വരും, അതിനെ എങ്ങനെ നിങ്ങൾ ഓവർകം ചെയ്യുന്നു, അത് ഓവർകം ചെയ്ത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ, എല്ലാവരുമായിട്ട് കാമായിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അപ്പോൾ ആ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങളുടെ സ്കോർ 5-ന് മുകളിൽ പോകും.
സോ ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് പില്ലർ ഇസ് എൻവയോൺമെന്റ്. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ലൈഫിനെ ഒരുപാട് രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നിങ്ങളൊരു പ്രമേഹ രോഗിയാണ്, അല്ലെങ്കിൽ പ്രമേഹ രോഗത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു സ്റ്റേജിലാണ് എങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ഡയറ്റിൽ കൺട്രോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. സോ ആ സമയത്താണ് നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ വരുന്നത്, സോ പുറത്തെ ഫ്രണ്ട്സിന്റെ ഒരു കല്യാണം വരുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ പോകേണ്ടി വരും. വളരെ വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു സദ്യയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളതെങ്കിൽ പലതരത്തിലുള്ള പായസം, അതൊക്കെ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്നുണ്ടാവും. അതെങ്ങനെ നമ്മൾ ഒഴിവാക്കും? അത് കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അത് കഴിക്കും. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തടുത്ത് തന്നെ ഒരുപാട് ഫംഗ്ഷൻസ് വരാൻ തുടങ്ങും. സോ പിന്നീട് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റാതെ നമ്മുടെ ക്രേവിങ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ നമ്മുടെ മനസ്സിനെ കൺട്രോളിൽ കൊണ്ടുവരാം, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെ എങ്ങനെ എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാം. സോ ഈ ടെക്നിക്കുകളും നമ്മൾ ഈ ഒരു യാത്രയിൽ മനസ്സിലാക്കിയെടുക്കും. സോ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 6 പില്ലേഴ്സ്. സോ ഈ 6 പില്ലേഴ്സിനെ ബാലൻസിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏത് തരത്തിലുള്ള ജീവിതശൈലി രോഗമാണെങ്കിലും, ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡയബറ്റിസ് ആണ്. സോ ഈ ഡയബറ്റിസ് ഉള്ള ആളായാലും ഡയബറ്റിസ് വരാൻ സാധ്യതയുള്ള ആളായാലും ഡയബറ്റിസിന്റെ ഏത് സ്റ്റേജിലുള്ള ആളായാലും ഈ 6 ഇമ്പോർട്ടന്റ് പില്ലേഴ്സിനെ ബാലൻസിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അസുഖത്തിൽ നിന്ന് സ്ലോലി മുക്തി നേടുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ 6 ഇമ്പോർട്ടന്റ് പില്ലേഴ്സിനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 10ൽ എത്ര സ്കോർ നിങ്ങൾ കൊടുക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഈ 6 പില്ലേഴ്സിന്റെയും ടോട്ടൽ സ്കോർ എത്രയാണെന്ന് നോക്കാം. സോ 60ൽ നിങ്ങൾക്ക് ഇപ്പോ ടോട്ടലി എത്ര സ്കോർ ആണ് കിട്ടിയിട്ടുള്ളത് എന്ന് കൂടി എഴുതി വെക്കും. ഒരുപക്ഷെ ഇത് വളരെ കുറവായിരിക്കാം, അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല, സന്തോഷിക്കാനുണ്ട്. കാരണം ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ഓരോ പില്ലേഴ്സിന്റെയും വാല്യൂ, ഓരോ പില്ലേഴ്സിന്റെയും സ്കോർ കൂട്ടി കൊണ്ടുവരാൻ പോവുകയാണ്. സോ ആ രീതിയിൽ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന മാറ്റം സ്ലോലി മനസ്സിലാക്കാൻ തുടങ്ങും. ഓരോ ആഴ്ചയിലും നമ്മൾ ഓരോ പില്ലേഴ്സിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കും. ഇതിന് മുമ്പുള്ള എപ്പിസോഡ്സ് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോസ് കാണുക. അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സ്റ്റെപ്സും എഴുതി വെക്കുക, ആക്ഷൻസ് എടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ റിസൾട്ട് വേണമെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുത്തേ പറ്റൂ. ഇനി നമുക്ക് മെയിൻ ഏരിയയിലേക്ക് വരാം. ഇന്ന് ഈ എപ്പിസോഡിൽ ഞാൻ ഫസ്റ്റ് പില്ലറായ എന്ത് കഴിക്കണം, വാട്ട് ടു ഈറ്റ് എന്നുള്ള പില്ലറിന്റെ ചെറിയൊരു ഭാഗം കവർ ചെയ്യും. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കഴിക്കണം, രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഭക്ഷണത്തിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ കിട്ടും. അതനുസരിച്ചിട്ട് ഈ ആഴ്ച ഫോളോ ചെയ്യുക. ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ ഇന്നലെ കഴിച്ച ഭക്ഷണത്തിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അതിനിടയിൽ എന്തെങ്കിലും സ്നാക്സ് അല്ലെങ്കിൽ ചായ അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി മെൻഷൻ ചെയ്യുക. എല്ലാവരും നിങ്ങളുടെ ഇന്നലത്തെ ഭക്ഷണത്തിന്റെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് AAM ഫോർമുല. എന്താണ് AAM ഫോർമുല? ഈ ഫോർമുല നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണം എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും. എന്താണ് ആദ്യത്തെ A എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ ഫുഡ്. സോ എന്തൊക്കെയാണ് ആൽക്കലൈൻ ഫുഡ്? നമുക്കറിയാം, നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് ആൽക്കലി, ആസിഡ്, ന്യൂട്രൽ അവസ്ഥ, റൈറ്റ്? സോ എന്താണിത്? സോ ഇതിനൊരു പെർട്ടിക്കുലർ pH ലെവൽ ഉണ്ട്. സോ 7 ആണ് pH എങ്കിൽ അതിന് താഴെയുള്ളത് നമ്മൾ അസിഡിക് എന്ന് പറയും. 7ന് മുകളിലാണെങ്കിൽ നമ്മൾ അതിനെ ആൽക്കലൈൻ എന്ന് പറയും. ഇതുപോലെ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തെയും ആസിഡ് ആൻഡ് ആൽക്കലി എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ 7 pH-ന് താഴെയാണെങ്കിൽ അതിന് അസിഡിക് ഫുഡ് എന്ന് പറയും. സോ അസിഡിക് ഫുഡിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? അതുപോലെ 7ന് മുകളിൽ വരുന്ന ആൽക്കലൈൻ ഫുഡ്, അതിൽ വരുന്ന ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ്? സോ നോക്കിക്കഴിഞ്ഞാൽ കാണാം, 7ന് താഴെ വരുന്ന ഫുഡ് ഐറ്റംസ് മെയിൻ ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ജങ്ക് ഫുഡ്, ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ കുക്ക് ചെയ്ത ഫുഡ് ഐറ്റംസ്, ഇതൊക്കെ എന്താണ്? അസിഡിക് ഫുഡാണ്. പച്ചക്ക് കഴിക്കാൻ സാധിക്കുന്ന പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇതൊക്കെ ആൽക്കലൈൻ ഫുഡിലാണ് വരുന്നത്. സോ ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം അസിഡിറ്റി നിലനിൽക്കുന്നോ അത്രത്തോളം അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ആൽക്കലൈൻ കണ്ടീഷൻ നിലനിൽക്കുന്നുവോ അത്രത്തോളം അസുഖങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിന്റെ അർത്ഥം നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ആൽക്കലൈൻ കണ്ടീഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ അസിഡിക് ഫുഡിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അസിഡിക് അതുപോലെ സൂപ്പർ അസിഡിക്. നമ്മൾ കഴിക്കുന്ന ചപ്പാത്തി, റൊട്ടി, അതുപോലെ ഉണ്ടാക്കിയ കറികൾ, ഇതൊക്കെ അസിഡിക് സ്റ്റേറ്റിലാണ്, അതായത് കുക്ക് ചെയ്ത ഫോമിലുള്ളതൊക്കെ എന്താണ്? അസിഡിക് ആണ്. എന്താണ് സൂപ്പർ അസിഡിക് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ്, പുറത്തുനിന്ന് കഴിക്കുന്ന ജങ്ക് ഫുഡ് ഐറ്റംസ് ലൈക്ക് ബർഗർ, പിസ്സ, പാസ്ത, അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ സൂപ്പർ അസിഡിക്കിലാണ് വരുന്നത്. സോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓർത്തിരിക്കേണ്ട കാര്യം, സൂപ്പർ അസിഡിക്കിൽ വരുന്ന ഫുഡ് ഐറ്റംസ്, വെസ്റ്റേൺ കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ വെസ്റ്റേൺ ഫുഡ് ഐറ്റംസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ സൂപ്പർ അസിഡിക് ഫുഡ്സ് ഒക്കെ മോസ്റ്റ്ലി വെസ്റ്റേൺ ഫുഡ് ഐറ്റംസ് ആണ്. സോ അതിനെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അസിഡിക് ഫുഡിനെയും അതുപോലെ ആൽക്കലൈൻ ഫുഡിനെയും ബാലൻസ് ചെയ്ത് എല്ലാ മീൽസിലും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരാൾ, സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾ അസിഡിക്കും ഇൻക്ലൂഡ് ചെയ്യണം, അതോടൊപ്പം തന്നെ ആൽക്കലൈൻ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതോടൊപ്പം തന്നെ ഫ്രൂട്ട്സ്, അതുപോലെ ആൽമണ്ട്, വാൽനട്ട് അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക.
അതോടൊപ്പം നിങ്ങൾ ദോശ കഴിക്കുന്ന ആളാണ്, ദോശ, ഇഡ്ഡലി, പുട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് നോർമലി കഴിക്കുന്ന രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഉച്ച സമയത്തായാലും അതുപോലെ രാത്രി ഭക്ഷണത്തോടൊപ്പം ആയാലും സാലഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ആൽക്കലൈൻ ഫുഡിന് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതുകൂടെ ചെയ്യുക. സോ ഇതാണ് ആൽക്കലൈൻ ഫുഡ് ഐറ്റംസിന് ഇൻക്ലൂഡ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്. AM ഫോർമുലയിൽ രണ്ടാമത്തെ A എന്താണ്? ആന്റി ഓക്സിഡന്റ് റിച്ച് ഫുഡ്. ഒരു ആപ്പിൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ കളർ മാറും. ഈ ആപ്പിൾ എക്സ്പോസ്ഡ് ആവുകയാണ്, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് അതിന് ഓക്സിഡേറ്റീവ് പ്രോസസ് നടക്കുകയാണ് അവിടെ. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നത്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും ഈ ഓക്സിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മൾ വയസ്സാവുന്നതനുസരിച്ചിട്ട് നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വരാറുണ്ട്. മുഖത്ത് മുഴുവൻ ചുളിവുകൾ വരാം, സ്കിന്നിൽ ചേഞ്ചസ് വരാം. ഇതിനെല്ലാം മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആണ്. സോ എത്രത്തോളം ആന്റി ഓക്സിഡൻസിനെ നമ്മുടെ ശരീരത്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ നമുക്ക് ഡിലേ ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ നമുക്ക് വയസ്സാവുന്നത് കുറച്ചുകൂടെ നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. AM ഫോർമുലയിലുള്ള മൂന്നാമത്തേതാണ് മൈക്രോ ന്യൂട്രിയൻ റിച്ച് ഫുഡ്. ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആവശ്യമാണ്? സിമന്റ്, കല്ല്, വെള്ളം, അങ്ങനെ പല ഘടകങ്ങളും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ബിൽഡിംഗ് കെട്ടിപ്പടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. നമ്മുടെ ശരീരം ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് ആണ്. സോ ന്യൂട്രിയൻസ് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മാക്രോ ന്യൂട്രിയൻസും അതുപോലെ മൈക്രോ ന്യൂട്രിയൻസും. സോ മാക്രോ ന്യൂട്രിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്, റൈറ്റ്? സോ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഈ മൂന്ന് ഘടകങ്ങളും വരുന്നുണ്ട്. വാട്ട് അബൌട്ട് മൈക്രോ ന്യൂട്രിയൻസ്? സോ മൈക്രോ ന്യൂട്രിയൻസ് ഒരുപക്ഷെ നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഡെഫിഷ്യൻസീസ് നമ്മുടെ ശരീരത്തിൽ കാണുന്നതും അതിന്റെ ഫലമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. സോ അത് പ്രമേഹ രോഗത്തിലും അത് ബാധകമാണ്. പ്രമേഹ രോഗം, ഒബെസിറ്റി, തളർച്ച, ശരീരവേദന, മുട്ടുവേദന, ജോയിന്റ് പെയിൻ, മുടി കൊഴിച്ചിൽ, അകാലനര, അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ആണ്. സോ ഏതൊക്കെയാണ് ഈ മൈക്രോ ന്യൂട്രിയൻസ്? ലൈക്ക് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. നമുക്കറിയാം ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്, അതുപോലെ മിനറൽസ് ഉണ്ട്. ഓക്കെ, സോ ഇത് കുറവാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. സോ അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ലെവലിലാണ് ഇപ്പൊ നിങ്ങളുള്ളത്. ഒരു പക്ഷെ ചെറിയ വേരിയേഷൻസ് ഉള്ളെങ്കിൽ അത് നമുക്ക് ഭക്ഷണത്തിലൂടെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപക്ഷെ അത് വളരെ കുറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ സിറ്റുവേഷനിൽ ഭക്ഷണം കൊണ്ട് മാത്രം നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. ആ സമയത്ത് നമുക്ക് സപ്ലിമെന്റ്സ് എടുക്കേണ്ടതായിട്ട് വരും. സോ ഈ മൈക്രോ ന്യൂട്രിയൻസ് നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളതാണ് ഇനി ഉറപ്പുവരുത്തേണ്ടത്. സോ മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്തൊക്കെയാണ്? അതും സെയിം നമ്മൾ ആന്റി ഓക്സിഡൻസ് പറഞ്ഞതുപോലെ ആൽക്കലൈൻ ഫുഡ് പറഞ്ഞതുപോലെ തന്നെയാണ് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, കടല, അതുപോലെ പയറുവർഗ്ഗങ്ങൾ, ഹോൾ ഗ്രെയിൻസ്. ഓക്കെ, സോ ഇതെല്ലാം മൈക്രോ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ ലിസ്റ്റിനകത്ത് എത്രമാത്രം അസിഡിക് ഫുഡ് ഉണ്ട്, എത്രമാത്രം ആൽക്കലൈൻ ഫുഡ് ഉണ്ട് എന്നുള്ളത് എഴുതി വെക്കാം. അപ്പോൾ അതിന്റെ സൈഡിൽ തന്നെ എഴുതി വെക്കാം. സോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നിങ്ങൾ എന്താണ് കൂടുതൽ കഴിക്കുന്നത്, എവിടെയാണ് നിങ്ങൾക്ക് ബാലൻസിൽ ഒരു വ്യത്യാസം കാണാൻ സാധിക്കുന്നത്, അവിടെ എങ്ങനെ അതിന് ബാലൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ എന്തുകൊണ്ടാണ് ഞാൻ ഒരു ഡയറക്റ്റ് മീൽ പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത്? കാരണം ഒരുപക്ഷെ ഞാൻ പറഞ്ഞു തരുന്ന ഡയറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാകണം അതിന് നിർബന്ധമില്ല. സോ അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ മീൽ പ്ലാൻ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മീൽ പ്ലാൻ സെറ്റ് ചെയ്യും? അപ്പൊ അതിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ആയിട്ട് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. സോ അവിടെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഓരോ പ്ലേറ്റിലും നിങ്ങൾ എന്തൊക്കെ കഴിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേറ്റിൽ എന്തൊക്കെ എടുക്കണം എന്നുള്ളതിനുള്ള ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഞാൻ തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതുപോലെ നിങ്ങളുടെ ഏരിയയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മീൽ പ്ലാൻ സെറ്റ് ചെയ്യുക, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അങ്ങനെ ഫോളോ ചെയ്താൽ 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ അതുപോലെ നിങ്ങളുടെ റിസൾട്ടിൽ ഒക്കെ വ്യത്യാസം കാണാൻ സാധിക്കും. സോ ആ പ്ലേറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണം, അതിൽ എന്തൊക്കെ കഴിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. അതുവരെ ബൈ ബൈ.